ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിനക്ക് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുന്ന ചിരകുത്തിരിപ്പൻ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണേ. അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ചെറിയൊരു മുട്ട പൊരിക്കൽ വീഡിയോ കേട്ടോ. മുട്ട പൊരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരത്തിൽ മുട്ട പൊരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം കേട്ടോ. ഈ മുട്ട പൊരിച്ചതിൻ്റെ പുറയിൽ നടക്കുന്ന കുറച്ച് എഫേർട്ടായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പാത്രമൊന്നും കഴുകാതെ നമുക്ക് മുട്ട പൊരിക്കലൊന്നും നടക്കുകയല്ലോ. ഉള്ളി അരിയണം, മുളക് അരിയണം. അപ്പോൾ അതിൻ്റെ പുറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു മുട്ടയും ഒരു 5-8 ഉള്ളിയും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രധാന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയാവുണ്ടോ, ആ ഉള്ളിയും മുളകും ഒക്കെ നമുക്ക് എന്താ പറയുക ക്ലീൻ ആക്കി എടുക്കണം അല്ലേ. ഉള്ളി നല്ലപോലെ പൊളിക്കണം കേട്ടോ. നല്ലപോലെ പൊളിക്കണം. ചെറിയ പോലും തോലോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന കത്തിയൊക്കെ ഒന്ന് കഴുകണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളി പൊളിച്ചിടുന്ന പാത്രം ഉണ്ടല്ലോ, പാത്രവും നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ എടുക്കാനുള്ളൂ കേട്ടോ. കാരണം അവിടെ നമ്മളിങ്ങനെ കഴുകിയൊക്കെ വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞാലും പാറ്റയോ പല്ലിയോ ഒക്കെ കയറുന്നല്ലേ, ഒക്കെ വിഷമാണ്. അപ്പോൾ നമ്മൾ കത്തിയെല്ലാം കഴുകിയെടുത്തു. ഇനി നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉള്ളി പൊളിച്ചിടണം കേട്ടോ. ഉള്ളി പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാര പരിപാടിയൊന്നുമല്ല. സവോള ഇട്ട് നമുക്ക് വേണമെങ്കിലും മുട്ട പൊരിക്കാം. പക്ഷേ സവോള എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ അത്രയും ടേസ്റ്റ് വരികയില്ല. അപ്പം നമുക്ക് ഉള്ളി തന്നെ വേണമെന്നുള്ളവർക്ക് ഉള്ളി തന്നെ വേണം കേട്ടോ. ഉള്ളി അരിയുന്നതിലുണ്ട് പ്രത്യേകത. ഉള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം മുട്ടയ്ക്കകത്ത് കിടക്കുന്ന കാണാനൊരു സെറ്റപ്പൊന്നും കാണിയില്ല. അപ്പോൾ നമ്മൾ വട്ടം അരിഞ്ഞ് കുനുകുനാന്ന് വട്ടം അരിയുവാണെങ്കിൽ അതിനാട്ടോ വേറൊരു ടേസ്റ്റ് ആട്ടോ. സ്വാഭാവികമായിട്ടും മുട്ടയ്ക്ക് നമ്മൾ അരിയുന്നത് ഇങ്ങനെ വട്ടം ആട്ടോ അരിയുന്നത്. അപ്പോൾ നമ്മൾ നല്ല കർശനമായിട്ട് ഇങ്ങനെ ഉള്ളി പൊളിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഉള്ളി അരിയുന്നതിൻ്റെ ഇടയ്ക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കേട്ടോ. കുഞ്ഞതാണ് സംഭവം, ചെറുതാണ്, നമ്മുടെ കൈ പിടിച്ചാൽ ഒതുങ്ങുമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു അമ്മമാർക്ക് മാത്രം പറ്റിയൊരു കേസാട്ടോ. വേറെ ആർക്കും നമ്മളെ കൊണ്ട് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ പയ്യെ ഇരുന്ന് പൊളിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ വലിയ മടിയാട്ടോ. എനിക്കും വലിയ മടിയുള്ള കേസാണ്. ഞാനും സവോളയൊക്കെ ആട്ടോ കൂടുതലും ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിത് ഉള്ളി അരിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഉള്ളി കഴുകണം. കാരണം ഈ ഉള്ളിയൊക്കെ എവിടെ കിടന്നാന്ന് നമുക്കറിയാവോ, അറിയത്തില്ല. അപ്പോൾ ഉള്ളി മുളകും കഴുകി കേട്ടോ. മുളക് നമ്മുടെ വീട്ടിലുള്ളതാണ്, എന്നാലും കഴുകാതിരിക്കാൻ പറ്റത്തില്ല, ഫ്രിഡ്ജിനകത്തൊക്കെ ഇരുന്നതാണ്. അങ്ങനെ നമ്മൾ കയ്യൊറ തപ്പും കേട്ടോ. ഈ കയ്യൊറ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യൊറയും കഴുകേണ്ടി വരും. കാരണം നമ്മൾ അരിഞ്ഞ് വെച്ചതാണ്, കഴുകി വെച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വല്ല പാറ്റയൊക്കെ കയറി ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ട് അതും കഴുകി നമ്മൾ കയ്യിലിട്ട് ഇട്ടു കേട്ടോ. ഇനി നമ്മൾ കത്തിയിലൊന്ന് തോണ്ടി കളഞ്ഞിട്ട് നമ്മൾ നല്ലൊരു അരിയാണ് കുരുന്ന് അരിയണം കേട്ടോ. ഉള്ളി അരിയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ല നീറ്റിലുണ്ടായിരിക്കും. ഈ കണ്ണിൻ്റെ നീറ്റിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണീര് വരും. ഈ കണ്ണീരെല്ലാം നമ്മൾ തോർത്തലൊപ്പണം കേട്ടോ. ഇനി ആ തോർത്തലക്കണം, അതിൻ്റെ സോപ്പ് ചിലവുകൾ അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂക്കും ചിലപ്പോൾ നിറയുമായിരിക്കും. മൂക്കും നല്ലപോലെ തൂത്തറണം കേട്ടോ എന്ന് കരുതി ആരും മൂക്ക് പിഴിഞ്ഞ് അതിനകത്ത് കിട്ടേക്കരുത്. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞു. അതിനുശേഷം നമ്മൾ മുളക് അരിയണം. 1-2 ഉള്ളിയല്ല കേട്ടോ, ഒരു 5-8 ഉള്ളിയൊക്കെ നമുക്ക് വേണം. കാരണം കുരുന്നുള്ള ഉള്ളിയാണെങ്കിൽ തീരുകയും ചെയ്യും കേട്ടോ. കാരണം കഷ്ടമാണ്, പെട്ടെന്ന് തീരുകയില്ല. നമ്മളിങ്ങനെ കയ്യിൽ നമുക്ക് അരിയാൻ പോലും കിട്ടിയല്ല. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൈ വരെ ചെത്തിപ്പോയെന്നിരിക്കും. കുരുന്ന് അരിയണ്ടേ. നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മളങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞ് ഉണ്ടോ. ആ മുളക് ഇച്ചിരി നമ്മുടെ മുളക് നമ്മൾ അരിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിലെല്ലാം പുകയും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ മുളക് തൊടുന്നിടത്തെല്ലാം നമുക്ക് പുകയും. അതും ഒരു കഷ്ടമാണ്. ഇതെല്ലാം നമ്മൾ എന്തൊക്കെ എഫേർട്ട് സഹിച്ചാണ് നമ്മളൊരു മുട്ട പൊരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട കുത്തി അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ മുട്ട കുത്തി ഒഴിച്ചു. അതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്, ആദ്യമേ ഞാൻ ചിലപ്പോൾ മുട്ട കുത്തി ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ മുട്ടകളെല്ലാം കേടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അവിടെ കിടക്കുന്ന ഉള്ളിത്തുണ്ടും സാധനങ്ങളും എല്ലാം നമുക്ക് അവിടെ ഇരിക്കുന്ന മുറത്തിനകത്തേക്ക് ഞാൻ വാരിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേസ്റ്റ് എല്ലാം ഇങ്ങനെ മുറത്തിനകത്താണ് ഇടുന്നത്. ഇനി നമുക്ക് വേണ്ട സംഭവം എന്നാ, ഇനി അടുത്ത് നമ്മൾ ഈ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കഴുകി വെക്കണം. കത്തിയും അതുപോലെ തന്നെ കയ്യൊറയും നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്ത് ആ ഇരുന്നിടത്ത് തന്നെ നമ്മൾ വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കാൻ നേരം പിന്നെയും കഴുകണം. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട സംഭവമാണ് നമ്മൾ ഉപ്പെടുക്കണം കേട്ടോ. ഉപ്പിടണം അതിനകത്തേക്ക്. ഉപ്പ് അവിടെ ഇരിക്കുന്ന സാധനമല്ല, തിരിച്ചിങ്ങോട്ട് എടുത്തുകൊണ്ട് വരണ്ടേ, അതൊരു പണിയാണ്. ഇതെല്ലാം 5 മിനിറ്റ് 6 മിനിറ്റ് കൂടുന്ന പണിയാണ്. പക്ഷെ നമ്മളെല്ലാം അങ്ങോട്ട് നമ്മുടെ കൈ പിടിയിലെല്ലാം ഒതുങ്ങുന്ന സംഭവമുണ്ട്. നമ്മൾ തെരുതെരുവെന്നെടുത്ത് നമ്മൾ ആ പരിപാടി ഇങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പൊഴിച്ച് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിസ്ക് ഉണ്ടല്ലോ, നമ്മൾ മുട്ട കിളക്കുന്ന സാധനം, അതെടുത്തു. അതും ഇനി കഴുകണം കേട്ടോ. അതും കഴുകിയിട്ട് വേണം ഇതിനകത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കണ്ടോ, അതേ മുട്ട നല്ലപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ട്, എന്നാലും നല്ല സെറ്റായിട്ട് മുട്ട വരുള്ളൂ. നല്ലപോലെ എല്ലാം ഉപ്പും എല്ലാ സംഭവവും എല്ലായിടത്തും എത്താനും, അതുപോലെ തന്നെ മുട്ട നല്ലപോലെ ആ ഉണ്ണിയൊക്കെ ഉടഞ്ഞ് എല്ലാം ഒന്ന് ചേരാൻ വേണ്ടിയാട്ടോ നല്ലപോലെ നമ്മൾ വിസ്ക് വെച്ച് ഇങ്ങനെ ഏകദേശം ഒരു പത രീതി വരണം കേട്ടോ. എന്നാലും ഒരു സെറ്റാവുള്ളൂ. മുട്ടയൊക്കെ പൊരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ പൊങ്ങിയൊന്നും വരത്തൊന്നുമില്ല. ഒത്തിരി പൊങ്ങിയൊന്നും വരികയില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ മുട്ട നല്ലപോലെ അടിച്ചിട്ട് വേണം മുട്ട പൊരിക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ നമ്മൾ നല്ല മുട്ടയെല്ലാം അടിച്ച് പെറുക്കി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ പാനെടുത്തു നല്ലപോലെ കഴുകണം. അതും
വല്ല പാറ്റയോ പല്ലിയൊക്കെ കയറിയിരിക്കുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ട് കഴുകി ചട്ടകവും കഴുകി കേട്ടോ. ചട്ടകവും കഴുകി നമ്മൾ അടപ്പത്ത് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തീ പിടിപ്പിക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചു. ഇനി അതിനകത്തുള്ള വെള്ളവും സാധനങ്ങളെല്ലാം വറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ചട്ടി നല്ലപോലെ ചൂടായി വരണം. ചൂടായി വന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിത് വെള്ളമെല്ലാം കുറച്ച് എടുത്ത് ഒഴിച്ച് കളഞ്ഞു കേട്ടോ. കാരണം അതിനകത്ത് ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ കഴിയല്ലേ എടുത്തത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ എടുത്തു. ഇനി വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ അടപ്പൊക്കെ നമ്മൾ തുറന്ന് വേണ്ടേ ഒഴിക്കാൻ. അതിനുശേഷം നമ്മൾ തിരിച്ച് അടച്ച് തന്നെ എടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലപോലെ ചൂടായി വരണം കേട്ടോ. എണ്ണ ചൂടാവണം. ഞാൻ പറഞ്ഞല്ലോ, ചട്ടി ചൂടായ ശേഷമാണ് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ചൂടൊക്കെ ആയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ എന്നാ ചെയ്യണ്ടേ, ഈ എടുത്ത പാത്രം കഴുകി വെക്കണ്ടേ, അതും കഴുകി വെക്കണം. പിന്നെ നമ്മൾ എടുത്ത ആ വിസ്കും കൂടെ നമുക്ക് കഴുകി വെക്കണം. മുട്ട എവിടെ ഇരുന്ന് പയ്യെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിനി ആ പാത്രം കൂടെ നമുക്കൊന്ന് കഴുകി പെറുക്കി എടുത്ത് വെക്കാം. അതും കഴുകണം. അങ്ങനെ നമ്മൾ സോപ്പൊക്കെ ഇട്ട്, മുട്ടയാകുമ്പോൾ നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകണം. അല്ലെങ്കിൽ നമ്മൾ ഉളുമ്പ് മണക്കും. നമ്മൾ വേറെ ആവശ്യത്തിന് ആ പാത്രം എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉളുമ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വൃത്തിയാക്കി കഴുകി എടുത്ത് കമത്തി എടുത്ത് വെക്കണം. വിസ്കും എടുത്ത് വെച്ചു. ആ പരിപാടി അങ്ങ് തീർന്നു. അന്നേരത്തേക്ക് നമ്മുടെ മുട്ട ഏകദേശം മറച്ചിടാറാവും കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ട മറച്ചിടാൻ വേണ്ടി ശ്രമിക്കുവാണ്. കുറച്ചൊക്കെ പോരാനൊക്കെ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ എന്നാലും സാരമില്ല, പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയ്ക്ക് വലിയ ഷേപ്പൊന്നുമില്ല. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയും പെറുക്കിയൊക്കെ പോയി കേട്ടോ. അതുകൊണ്ട് വലിയ ഷേപ്പൊന്നും ഇല്ലാതെ വന്നു. അങ്ങനെ നമ്മൾ മുട്ട അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് പൊരിച്ചെടുത്ത് കേട്ടോ. പൊരിച്ചെടുത്ത് മുട്ട വേവാറൊക്കെ ആയി. ആ ഉള്ളി കുരുകുരുവെന്ന് അരിഞ്ഞേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളി നല്ലപോലെ വെന്തൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇച്ചിരി കഷ്ണമായിട്ട് കിടന്നാൽ വലിയ രസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് എടുക്കാനായിട്ടൊരു പാത്രം എടുക്കണം. ഈ പൊരിച്ച മുട്ട ഇടാൻ വേണ്ടി ഒരു പാത്രം എടുക്കണം. ആ പാത്രവും നമ്മൾ എന്ത് ചെയ്യണം, കഴുകിയെടുക്കണം. കഴുകിയെടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, പൊടി കാണും, അതും ഇതെല്ലാം കാണും, വെള്ളം കാണും. വെള്ളം തുടച്ച് കളയണം. അങ്ങനെ കുറച്ച് പരിപാടികളും ഉണ്ട്. അങ്ങനെ നമ്മൾ തുടച്ച പാത്രത്തിനകത്തേക്ക് ഇത് മുട്ട ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇനി നമുക്ക് എന്നാ പരിപാടി ഇരിക്കുന്നത്, നമ്മളാ എടുത്ത ചട്ടിയല്ല, ആ പാനും അതുപോലെ തന്നെ ആ ചട്ടുകവും കൂടെ നമുക്ക് കഴുകാനുണ്ട്. അത് നമ്മൾ സത്യത്തിൽ അത് ശരിക്കും ചൂടാറിയ ശേഷം ഒട്ടാ കഴുകണം. പക്ഷേ എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് തന്നെ വെള്ളം ഒഴിക്കും. കുറച്ച് നേരം വെള്ളത്തിനകത്ത് കിടന്ന് തണുത്ത് കഴിയുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴുകും. ചൂടോടുകൂടി ആരും സോപ്പിട്ട് കഴുകരുത് കേട്ടോ. നമ്മുടെ കയ്യും പൊള്ളും, സോപ്പ് അതിനകത്ത് പിടിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലപോലെ സോപ്പിട്ട് അതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ കഴുകണം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ, അപ്പോൾ മുട്ടയൊക്കെ പൊരിച്ചല്ലേ, അപ്പോൾ നല്ലപോലെ കഴുകിക്കണം. അതുപോലെ തന്നെ ചട്ടുകവും നല്ല അടിപൊളിയായിട്ട് തേച്ച് കഴുകിയെടുത്ത് ഇരുന്ന സ്ഥാനത്ത് തന്നെ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും തീർന്നു കേട്ടോ. ചട്ടിയും കഴുകി വെച്ച്, പാത്രം കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ മുട്ട പൊരിച്ചത് ശരിയായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ട്, എത്ര പരിപാടി നമ്മൾ ചെയ്തല്ലേ, എത്ര പാത്രം കഴുകി, എത്ര തവണ നമ്മൾ എന്താ പറയുക ഓരോ സാധനങ്ങൾ എടുത്തു, ഓരോന്നും കഴുകി. അതിൻ്റെ പുറകിൽ ഒത്തിരി എഫേർട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുക, ഏത് ജോലിയുടെ പുറകിലും ഒത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.